ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു പച്ചക്കായുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതവിടെ 2 പച്ചക്കായ തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചക്കായ നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു കളറങ്ങ് മാറിപ്പോവും. ഇങ്ങനെ എത്ര സമയം വെള്ളത്തിലിട്ട് വെച്ചാലും കളറൊന്നും മാറില്ല കേട്ടോ. അങ്ങനെ ആ ഒരു പച്ചക്കായ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കനത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഒരുപാട് കനത്തിലും കട്ട് ചെയ്യരുത്, എന്നാൽ തീരെ കനം കുറച്ചിട്ടും കട്ട് ചെയ്യരുത് കേട്ടോ. ഇനി ഇതിലേക്കൊരു 3-4 എന്താ പറയുക വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. തൊലിയോടുകൂടി തന്നെ കേട്ടോ ചതച്ചെടുത്തിട്ടുള്ള. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് കാണാനൊരു കളറിന് വേണ്ടി മാത്രം കേട്ടോ. പിന്നെ ഇതിലേക്കൊരു എന്താ പറയുക 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു തണ്ട് കറിവേപ്പ് കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. പച്ചക്കായ മുങ്ങിക്കിടക്കാൻ പാകത്തിന് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അത് പോരാന്ന് തോന്നിയിട്ട് വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കലും ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ പച്ചക്കായ നല്ല പാകത്തിന് തന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരുപാട് അങ്ങ് മുഴുവനായിട്ടും അങ്ങ് ഉടച്ചെടുക്കണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതിയേ. അങ്ങനെ ഇതുപോലെ ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ അരച്ചെടുക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഇവിടെ ഒരു കൈപ്പിടി നിറയെ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് മഷി പോലെ അരച്ചെടുക്കണ്ട, എന്നാൽ തീരെ അരയാതെയോ എടുക്കണ്ട കേട്ടോ. അങ്ങനെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക ഒഴിച്ച് കറിയായിട്ടല്ല കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒഴിച്ച് കറിയായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുകൊണ്ട് ഇപ്പം തന്നെ ലൈക്ക് ചെയ്തു കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ നേർച്ച മറന്നു പോകും. അങ്ങനെ നമ്മുടെ കറി ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെട്ടിത്തിളക്കേണ്ട ആവശ്യമില്ല. ആ ഒരു തേങ്ങയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലുള്ള ഉപ്പെല്ലാം ഒന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിടണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നതൊന്നും കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടാ. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 2-3 വറ്റൽ മുളക് കട്ട് ചെയ്തതും 2 തണ്ട് കറിവേപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടിയാണ്. ചിരകിയെടുത്ത തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ആ ഒരു തേങ്ങയെല്ലാം നല്ലതുപോലെ ഒന്ന് കളറൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാനേ പാടില്ല കേട്ടോ. അത്രയും അടിപൊളി ടേസ്റ്റ് ഇതുകൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്താണ്. അങ്ങനെ നമ്മുടെ തേങ്ങ നല്ല പാകത്തിന് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പച്ചക്കായുടെ ഈ ഒരു കൂട്ടിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു ലൂസിൽ തയ്യാറാക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ഇത് ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് ഉണ്ടാവും. അതല്ല നന്നായിട്ട് തിക്കായിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് പുട്ട് പോലെ ഉണ്ടാവും. അപ്പോൾ കഴിക്കാനൊരു എന്താ പറയുക നമ്മളിങ്ങനെ പുഴുക്കെല്ലാം കഴിക്കുന്ന ആ ഒരു രീതിയായിപ്പോൾ കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള പച്ചക്കായ റെസിപ്പി ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ചൂട് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കട്ടെ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.